എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിയോമെട്രിയുടെ തന്നെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ പെരിമീറ്റർ 68 ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത് 6 cm more than the breadth. APQR is a rectangle such that AP is to AB is 1:4 and AR is to AD is 2:7. S is any point between A and P and angle PQR is 90 degrees. Find the area of triangle QRS എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ABCD ഒരു റെക്റ്റാങ്കിൾ എന്ന് തന്നിട്ടുണ്ടല്ലോ. ABCD റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 68 cm ആണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 2 × L+B ആണ്. അത് 68 ആണ്. അപ്പോൾ L+B എന്ന് പറയുന്നത് 34 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ലെങ്ത്ത് എന്ന് പറയുന്നത് 6 cm മോർ ദാൻ ദി ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെ പറയാം? ലെങ്ത്തിന് പകരം ബ്രെഡ്ത്ത് +6 എന്ന് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ആയില്ലേ, പ്ലസ് ബ്രെഡ്ത്തും കൂടെ എടുത്തു കഴിഞ്ഞാൽ 34 ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2B എന്ന് പറയുന്നത് 34 - 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 28 എന്ന് വരും അല്ലേ. അടുത്തത് B എന്ന് പറയുന്നത് അപ്പോൾ 28/2 14 എന്ന് വന്നു. ഓക്കെ, ബ്രെഡ്ത്ത് 14 വന്നു. അപ്പോൾ ലെങ്ത് എത്ര വരും? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 34 അല്ലേ, അല്ലെങ്കിൽ 14 വന്നു, 14 + 6 അല്ലേ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് 20 ആയിട്ടും കിട്ടി. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും 14 ഉം 20 ആയിട്ട് കിട്ടി. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? AP എത്രയാണെന്ന് കിട്ടണം. AP is to AB 1:4 ആണെന്ന് തന്നിട്ടുണ്ട്. AP/AB എന്ന് പറയുന്നത് 1:4 ആണ്. AB എന്ന് പറയുന്ന ലെങ്ത്ത് 20 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ AP എത്രയായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് 1:4 ആണെങ്കിൽ 4 × 5 ചെയ്താലല്ലേ 20 കിട്ടുക. അപ്പോൾ 1 × 5 cm ആണ് ഈ AP എന്ന് പറയുന്നത് കേട്ടോ. ഇനി AR is to AD നമുക്ക് തന്നിട്ടുണ്ട് 2:7 ആണ്. അപ്പോൾ AD എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ബ്രെഡ്ത്ത് ആണ്, അത് 14 cm ആണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AR/AD എന്ന് പറയുന്നത് 2/7 ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് AD എന്ന് പറയുന്നത് 14 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ AR / 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR അപ്പോൾ എത്ര കിട്ടും? AR എന്ന് പറയുന്നത് 14 × 2/7 വിച്ച് ഇസ് ഇത് രണ്ടും ക്യാൻസലായി 2 × 2 4. ഓക്കെ, അപ്പോൾ AR എന്ന് പറയുന്നത് 4 cm കിട്ടി. അപ്പോൾ 5ഉം 4ഉം കിട്ടി. അപ്പം നമുക്ക് മൊത്തം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സംഭവം കിട്ടി. ഇനി QRSൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബേസും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആണ്. ആൻഡ് സച്ച് ദാറ്റ് ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഈ റെക്റ്റാങ്കിളിൻ്റെ അടുത്ത ഇതുവരെയാണ്. റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും 2 പാരൽ സൈഡ്സിൻ്റെ ഇടയിലാണ് എങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ദി ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡബിൾ ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടില്ലേ? 5 × 4 20 ആണെന്ന് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിൾ APQRൻ്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടി? 5 × 4 ആണ്, 20 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ QSRൻ്റെ ഏരിയ എന്ത് കിട്ടും? ½ × 20 ആണ്, അതായത് 10 ആണെന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ സെൻറ്റിമീറ്റേഴ്സിലല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് 10 cm² എന്നാണ് നമുക്കിവിടെ ഉത്തരം കിട്ടാൻ പോകുന്നത്. മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമല്ലേ. അപ്പോൾ എല്ലാവരും ലേൺ വിത്ത് സ്കിപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്